അപ്പം നമുക്ക് ഇച്ചിരി നേരം എമ്പുരാനൊന്ന് മാറ്റിപ്പിടിക്കാം ഈ വീഡിയോയിൽ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നാളെ ട്രെയിലർ എന്താ പറയുന്നത്, ട്രെയിലറുടെ ഒരു മേള തന്നെ നാളെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തുടരും എന്ന് പറഞ്ഞ ലാലേട്ടൻ ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ ഇറങ്ങുന്നുണ്ട്. ആലപ്പുഴ ജിൻകാന അല്ലേ, നെഫ്ലിൻ അവതരിപ്പിക്കുന്ന ആ ചിത്രത്തിൻ്റെ ട്രെയിലർ 10:30 ഇറങ്ങുന്നു. വൈകുന്നേരം മമ്മൂട്ടിയുടെ ഏറ്റവും ചിലവേറിയ ഒരു ചിത്രമായ ബഫൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ രാഗം തിയേറ്ററിൽ 8 മണിക്ക് റിലീഫാകും. 8:10 തൊട്ട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ട്രെയിലർ വിശേഷങ്ങളാണ്. അപ്പം നാളെ ലാലേട്ടനും മമ്മൂട്ടിയും ഏറ്റുമുട്ടുകയാണ് 2 ട്രെയിലറിലൂടെ. അതുപോലെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ ചിത്രത്തിന് ട്രെയിലർ ഇറങ്ങാൻ പോകുന്നു ഉണ്ടെന്ന് പറയുന്നത്. ഈ ബാക്കി തുടരും ഒഴിച്ച് ബാക്കി എല്ലാ ചിത്രങ്ങളും വിഷു റിലീഫായിട്ട് ഇറങ്ങാനിരിക്കുകയാണ്. ചില ചിത്രങ്ങൾ എമ്പുരാനോടൊപ്പം റിലീഫ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് അവർക്ക് തന്നെ മനസ്സിലായി മണ്ടത്തരമാണെന്ന് പറഞ്ഞ് പല ചിത്രങ്ങളും മാറ്റിവെച്ചതാണ്. അതാണ് കുറച്ച് നാളായിട്ട് റിലീഫിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. അതിനിടയിൽ ഇതെല്ലാം ഏപ്രിൽ 10-നാണ് റിലീഫ് ചെയ്യാൻ പറ്റിയത്. ഏപ്രിൽ 10 അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഏപ്രിൽ 10-ന് മമ്മൂട്ടിയുടെ ബഫൂക്ക റിലീഫാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏപ്രിൽ 10-ന് തന്നെ റിലീഫാകുമോ എന്ന് എമ്പുരാൻ്റെ വിജയത്തിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. എമ്പുരാൻ്റെ എന്താ പറയുന്നത്, എമ്പുരാനെ സംബന്ധിച്ച് പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു കാരണവശാലും ഈ ചിത്രങ്ങളെല്ലാം ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എമ്പുരാൻ മാർച്ച് 27, ഏകദേശം 7 ദിവസത്തേക്കുള്ള സീറ്റുകൾ മൊത്തം 6-ാം തീയതി വരെ, ഏപ്രിൽ 6 വരെയുള്ള റിസർവേഷനൊക്കെ ഏകദേശമൊക്കെ ഫില്ലായി മെയിൻ സ്ഥലങ്ങളിലൊക്കെ. അപ്പം 6 വരെയുള്ള റിസർവേഷനൊക്കെ ഏകദേശം ഫില്ലായി വരുന്നു എന്നാണ് തിയേറ്റർ ഉടമകൾ തന്നെ പറയുന്നത്. അപ്പോൾ 10-ാം തീയതിയുള്ള ഇങ്ങനെയുള്ള തിയേറ്ററുകൾക്ക് ഒരു പോസിറ്റീവ്, എമ്പുരാനൊരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ഈ ചിത്രങ്ങൾ ഒരു പരിധിവരെ ബാധിക്കാം. അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ മാറ്റിവെക്കാം. ഇതൊന്നും ഉറപ്പുള്ള കാര്യമല്ല. മാറ്റിവെക്കുമോ മാറ്റിവെക്കത്തില്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല. ഏതായാലും കുറച്ച് ചിത്രങ്ങൾ ട്രെയിലർ നാളെ റിലീഫാകുന്നുണ്ട്. അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് ബഫൂക്ക എന്ന് പറയുന്ന ചിത്രം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ വേഷങ്ങളും ആ സ്റ്റൈലിഷ് ലുക്കും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ട ഒരു ഭാവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ ചിത്രത്തിൻ്റെ എല്ലാം നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ആ ചിത്രത്തിൽ. അപ്പം ബഫൂക്ക നാളെ ട്രെയിലറിലൂടെ എന്താണ് കാട്ടിത്തരുന്നത് എന്നറിയില്ല. എമ്പുരാനെ പോലെ ഒരു വൻ വിജയമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കല്ലൂർ ഡെന്നീസ് എന്ന് പറയുന്ന പ്രസിദ്ധനായ തിരക്കഥാകൃത്തിൻ്റെ മകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. അപ്പോൾ യുവത്വത്തിൻ്റെ ഒരു പുതുമ ഈ ചിത്രത്തിനുണ്ടാകുമോ? അതുപോലെ മമ്മൂട്ടിയുടെ സ്റ്റൈല്, മുടിയൊക്കെ നീട്ടി വിളിച്ച മമ്മൂട്ടിയുടെ സ്റ്റൈല് ഒരു ഒന്നൊന്നര ലുക്കാണ്. അത് ഈ പ്രായത്തിലും നമ്മൾക്ക് എടുത്തു പറഞ്ഞേ പറ്റൂ. അപ്പോൾ മമ്മൂക്ക ആ ലുക്ക് വരുമ്പം തിയേറ്റർ ഇളകി മറിയാനാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഏത് ചിത്രത്തിൻ്റെയും കഥയും തിരക്കഥയും അതുപോലെ അതിൻ്റെ മേക്കിങ്ങും എല്ലാം കൊണ്ടാണ് ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ പോസിറ്റീവായി കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കൊക്കെ പുള്ളി ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു പുതുമ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന കഥയിൽ ഏതെങ്കിലും ഒരു പുതുമ കാണും എന്ന് തന്നെ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നവരും മലയാള പ്രേക്ഷകരും ഒക്കെ വിശ്വസിക്കുന്നു. എല്ലാ ചിത്രങ്ങളും വിജയിക്കേണ്ട കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ എമ്പുരാനിടയിൽ ഇതെല്ലാം ഞെരുങ്ങി ഇരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എമ്പുരാന് ഒരു വലിയ കളക്ഷൻ റെക്കോർഡൊക്കെ തകർത്ത് മുന്നേറുകയാണെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ ഒരു പരിധിവരെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടൊന്ന് മാറ്റി വെക്കുന്നത് നന്നാകും എന്നെനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഈ ചിത്രങ്ങൾ വേണ്ട പരിഗണന കിട്ടാതെ പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളെ ബഫൂക്കയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ കട്ട വെയിറ്റിങ്ങിലാണ്. കാരണം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും ഒക്കെ ആയിട്ട് എന്താണ് മമ്മൂട്ടി ആ ചിത്രത്തിൽ
നമുക്കും മുന്നിൽ പ്രദർശിപ്പിക്കുന്നതെന്നറിയാനുള്ള ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നു. ആ ചിത്രവും വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ മലയാളത്തിലെ യുവതാരങ്ങളായ നഫ്ലിനും അതുപോലെ ബെയ്ഫിൽ ജോഹബിനെ നമ്മൾ എടുത്തു പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടാലും അതൊരു ആവറേജ് ചിത്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം തന്നെ പ്രാവീൺ കുർഷാപ്പും പൊന്മാനുമൊക്കെ അടിപൊളി ചിത്രമായിരുന്നു. അതൊക്കെ ആവറേജിനപ്പുറം കളക്ഷൻ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇപ്പം ഒരു എന്താ പറയുന്നത്, ഒരു ആവറേജ് കളക്ഷനും എല്ലാം നേടാൻ പറ്റിയൊരു നായകനായിട്ട് തന്നെ ബെയ്ഫിലിൻ്റെ ചിത്രവും നമ്മൾ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിത്രങ്ങളെല്ലാം കൂടെ ഒരേ ദിവസമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വെക്കേഷൻ കണക്കാക്കിയാണ് കിടക്കുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഈ ചിത്രങ്ങളിലെല്ലാം വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന എമ്പുരാൻ്റെ ആ വിജയപരാജയം തന്നെ ആയിരിക്കും എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ചിത്രം ഇറങ്ങുന്നു. അതിനിടയിലാണ് ലാലേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ നാളെ വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തുടരും എന്ന് പറഞ്ഞ പടം ഞാൻ എമ്പുരാനെ പോലെ തന്നെ കൃത്യമായിട്ട് നോക്കി കാണുന്നൊരു ചിത്രമാണ്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറിനടുത്ത് ഈ ചിത്രത്തിന് ടൈം ഉണ്ടെന്ന് 2.5 മണിക്കൂറിന് മുകളിലുണ്ട് ഡ്യൂറേഷൻ. അപ്പം ഇതൊരു സാധാരണ ഒരു കുടുംബകഥ പറയുന്ന പശ്ചാത്തലമാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോകുന്ന രീതി. അതിനകത്ത് ഒത്തിരി ട്വിസ്റ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യം പോലെ കഥ തന്നെ ആയിരിക്കാം ഇത് പറയുന്നത് എന്ന് ഞാൻ വളരെ മുമ്പ് തന്നെ ഈ ചിത്രത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആകാനാണ് സാധ്യത. അതിലിങ്ങനെ ഏതെങ്കിലും ഒരു പുതുമ ഇതിനകത്ത് ഉണ്ടാകാം എന്ന് 100% ഉറപ്പാണ്. അതുപോലെ മോഹൻലാലിൻ്റെ വേഷവിധാനങ്ങളും എല്ലാം ദൃശ്യത്തെ അനുസ്മരിക്കുമാറാണ് നിൽക്കുന്നത്. അപ്പം നാളെ ട്രെയിലറിലൂടെ ഈ ചിത്രം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായ സൂചന തരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ തുടരും എന്ന ചിത്രത്തിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ്. ഈ തുടരും എന്ന് പറഞ്ഞ ചിത്രത്തിനെ പറ്റി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എനിക്ക് തുടരും എന്ന സിനിമ തുടങ്ങിയപ്പോൾ മുതൽ എന്താ പറയുന്നത്, ഷൂട്ടിങ് തുടങ്ങിയപ്പം മുതൽ ഈ ചിത്രത്തിന് എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. അതുപോലെ തന്നെ അതിലെ ചിത്രങ്ങളിലെ പാട്ടുകളും അതിനകത്ത് വരുന്ന ഒരു സീനും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ആകർഷണത്വം തോന്നില്ല, ഒരു അതിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം തോന്നും. അതുതന്നെയാണ് തുടരും എന്ന് പറയുന്ന ചിത്രത്തോട് എനിക്ക് തോന്നിയത്. നാളെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തുടരും എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ട്രെയിലർ വരട്ടെ. ട്രെയിലർ വന്നതിന് ശേഷം അത് കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം. ഏതായാലും മോഹൻലാലിൽ നിന്ന് പഴയ ഒരു മോഹൻലാൽ, സാധാരണക്കാരനായ ഒരു മോഹൻലാലിനെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം മലയാള സിനിമയെ സംബന്ധിച്ച് നാളെ ഒരു നിർണായകമായൊരു ദിവസമാണ്. നാളെ ഒത്തിരി ട്രെയിലറുകൾ വരുന്നു, രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ്റെ തുടരുമുണ്ട്, മമ്മൂട്ടിയുടെ ബഫൊക്കെ ഉണ്ട്, പിന്നെ യുവതാരങ്ങളുടെ ട്രെയിലറുണ്ട്. ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒന്ന് തന്നെയാണ്. കാരണം എമ്പുരാനോടൊപ്പം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. എമ്പുരാൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂറിന് അടുത്ത് തന്നെ ഉണ്ട്. 2 മണിക്കൂർ 59 മിനിറ്റ് ഓളം ചിത്രത്തിന് ദൈർഘ്യമുണ്ട്. അപ്പോൾ ആ ദൈർഘ്യത്തിനിടയിൽ ഇത്രയും ചിത്രങ്ങളുടെ ട്രെയിലറും ഒക്കെ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ടൈം അങ്ങ് മാറും. അത് എത്ര ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം. കാരണം എനിക്ക് തോന്നുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാൻ വളരെ സാധ്യത കുറവാണ്. ബഫുക്ക എനിക്ക് തോന്നുന്നു അത് തുടരും പ്രദർശിപ്പിക്കാൻ സാധ്യതയുണ്ട്. യുവതാര ചിത്രങ്ങളിലേക്ക് ട്രെയിലർ എന്തുമാത്രം പ്രദർശിപ്പിക്കാൻ സമയം കിട്ടും എന്ന് നമുക്കറിയില്ല. എല്ലാവരും എമ്പുരാൻ എന്ന ചിത്രത്തിലെ കളക്ഷനും അതിലൂടെ ജനങ്ങളിലേക്ക് ട്രെയിലർ കൊണ്ടെത്തിക്കാനുമാണ് ശ്രമിക്കുന്നത്. അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതെന്തുമാത്രം വിജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ എമ്പുരാനോടൊപ്പം ഈ ട്രെയിലറെല്ലാം പുറത്തിറങ്ങുമോ എന്നുള്ളതും കാണണം. ഏതായാലും ഇവരെല്ലാം ഉദ്ദേശിക്കുന്നത് എമ്പുരാനോടൊപ്പം
ഓളം ഉണ്ടാക്കുന്ന എമ്പുരാനോടൊപ്പം ഈ ട്രെയിലറും തിയേറ്ററിൽ എത്തിച്ച് കാണികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു പോമരിയായിട്ടാണ് ഇത് കാണുന്നത്. നാം പറഞ്ഞില്ലേ, എല്ലാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം നാളെ ട്രെയിലറിൻ്റെ മഴയാണ്. രാവിലെ ഒരു ട്രെയിലർ തുടങ്ങും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. ഒരു വശത്തെ എമ്പുരാൻ, നാളെ എമ്പുരാൻ്റെ പ്രീഫെയിലുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ദിവസമാണ്, അടുത്ത ദിവസമാണ് എമ്പുരാൻ റിലീസാവുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നാളെ ആകപ്പാടെ ബിസിയായിരിക്കും. അപ്പം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ രാവിലെ ഞാൻ എത്താം. ഓക്കെ, മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ ഓക്കെ, ബൈ.